കണ്ടു. ഇതാണ് ഏലസ് അഥവാ തകിട്. വശീകരണ മന്ത്രം ജപിച്ച് ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതൊരു അപൂർവ വസ്തുവാണ്. ഇത് നമ്മുടെ മനസ്സിലുള്ള സ്ത്രീയുടെ ശരീരത്തെ സ്പർശിച്ച് കിടന്നാൽ ആ സ്ത്രീ മണിക്കൂറുകൾക്കകം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കമ്പി പോലെ നമ്മുടെ സൗധത്തിലേക്ക് ഓടിയെത്തും. നേരോ? ശാസ്ത്രം അസത്യം പറയാറില്ല. ഈ ചരട്, ഈ തകിട് അവളുടെ അരക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടണം. ഏടോ മണ്ടങ്കണിയാനെ, അവിടം വരെ എത്താൻ പിന്നെ ഞാനെന്താ ഏലസ് കേട്ടാ നടക്കുന്നേ? കെട്ടുകയല്ല, കെട്ടിക്കണം. ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ തള്ളയെ കയ്യിലെടുക്കാമോ? അത് നേരാ. എന്താ കൂട്ടുടി ഇത്? ഇതൊരു ഉഗ്രം സാധനമാണ്. ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഇതിൽ കവിഞ്ഞൊരു സാധനമില്ല. ഇത് വീട്ടിലെ മൂത്ത സന്തതി കെട്ടണം എന്നാണ് ശാസ്ത്രം. എങ്കിൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്, സന്തോഷം, എന്റെ അക്ക ഒന്നും പറയണ്ട. ഒരു വലിയ ദിവ്യന്റെ അടുത്തുനിന്ന് ഒരുപാട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിച്ചിട്ട സാധനമാണ്. കളയരുത്. ഇല്ല കുട്ടുടി, ഞാൻ കളയത്തില്ല. സൂക്ഷിച്ചു വെച്ചേക്കാം. സൂക്ഷിച്ചു വെച്ചിരുന്നാ പോരാ. ഇത് ജപിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ കെട്ടണമെന്നാണ് ദിവ്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഉടൻ തന്നെ ഇത് തങ്കയുടെ അരയെ കെട്ടണം. ശരി. പറഞ്ഞു ബലത്തെ അവരെ മനസ്സിൽ ധ്യാനിച്ച് രണ്ട് കൈയും നീട്ടി ഇതങ്ങ് വാങ്ങിച്ചാട്ടെ. അല്ലമ്മേ, ഞാൻ ചോദിക്കുന്നത് അപ്പ കുഞ്ഞെന്തിനാ അവളുടെ കൂടെ നടക്കുന്നത്? ഈ തങ്കൊക്കെ എന്നെ ഏതാന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. അങ്ങനൊന്നുമില്ലടി നാണി, അവർ കൊച്ചിലെ അടിച്ചു കളിച്ചു വളർന്ന പിള്ളേരല്ലേ. പക്ഷേങ്കില് നാട്ടുകാര് പുറ്റം പറയുന്നുണ്ട്. എന്തിനാ പറയിപ്പിക്കുന്നേ? മുളയിലേക്ക് ഇള്ളുന്നതല്ലേ നല്ലത്. നീ ഇത് കേൾക്കുന്നുണ്ടോ രുക്മിണി? എനിക്ക് ചിരിയാ വരുന്നത്. നാണിപ്പണിച്ചിട്ട് പറയുന്നതിലും ഇത്തിരി കാര്യമുണ്ടെന്നാണമ്മേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞുവിട് കുഞ്ഞെ. എന്ന് വെച്ച് മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. അത് തന്നെ. കാര്യം എന്തുവാ? വല്ല വശക്കേടായി പോയാലേ മാനം പോകുന്ന ആരുടെയാ? ഞാൻ പോട്ടെ, ചിരി ദുരിശുണ്ട്. ഇനി ചന്തയിൽ ചെന്നാ മീൻ വല്ലതും കിട്ടുമോ എന്തോ. നല്ല ആളാ. ഞാൻ തവിടും വാങ്ങിച്ച കമ്പനി കാത്തിരിക്കുകയായിരുന്നു. ഇഷ്ടനെ കാണാനുണ്ടോ? എവിടാ കറങ്ങാൻ പോയത്? എങ്കിൽ രാവിലെ ഒന്ന് പറയാറുന്നില്ലേ? ദേ പതുക്കെ പോ, എനിക്കൊപ്പം നടക്കാൻ വയ്യ. ഇങ്ങോട്ട് ഇരുന്നോ, ടക്ന്ന് വീട്ടിലെത്തിച്ചേക്കാം. അയ്യേ മോശം, വല്ലവരും കാണും. നമ്മളെ ഇപ്പൊ കൊച്ചു കുട്ടികളൊന്നും അല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ എങ്ങും ആരുമില്ല. ഇങ്ങോട്ട് ഇരുന്നോ. വേണ്ടപ്പോ, ആരെങ്കിലും കാണും. ഇവിടെ എങ്ങും ആരുമില്ല. ഇങ്ങോട്ട് ഇരുന്നേ. വേണ്ടപ്പോ, ഇങ്ങോട്ട് ഇരിക്കാൻ. അങ്ങോട്ട് പച്ച. കൈമാറ്റ്, കൈമാറ്റ്, കൈമാറ്റ്. ഇങ്ങോട്ട് ഇരുന്നേ. ഇരിക്കാൻ. അതൊക്കെ അപ്പൊ അവിടെ പിടിച്ചോ പിടിച്ചോ. അയ്യോ, ഞാൻ മറക്കില്ല. എന്താ കൈമാറ്റ്, കൈമാറ്റ്. അല്ല ഇപ്പൊ തലകുത്തി കൈമാറ്റ്.
തങ്കേ ആ തൂത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു ചേച്ചു, ദാ വരുന്നു. തങ്കേ, എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ കൊച്ചു കുട്ടികളില്ല. ഇതൊക്കെ അപകടമാ. ഇമാതിരി കളിയൊന്നും വേണ്ട കേട്ടോ. തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പുവിനാണേ വിവരമില്ല. നീയോ ഒഴിഞ്ഞു മാറേണ്ടത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചേച്ചി. അവിടെ ഉണ്ട്. ആ ചോറ് തിരിച്ചാ കൊണ്ട് കൊടുത്തു. അപ്പൊ അപ്പൊന്നെ വെച്ചപ്പത്തില്ലയോ? എടുത്തിട്ട് പോടാ. അപ്പൊന്നാ പോടാ. വീക്കാൻ നന്നായി. എന്താ മോനെ ഇത്രയും വൈകിയത്? ഉച്ചയ്ക്ക് ചോറ് തിരിച്ചു കൊടുത്തേച്ചെന്തിന്? എനിക്ക് വിശപ്പൊന്നുമില്ല. ആ, നിനക്ക് അസുഖമുണ്ടോ? അവൻ കൊണ്ടുവന്ന് തന്നെ മണി 2:30 കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ണാ? ഞാൻ നേരത്തെ കൊടുത്തയച്ചല്ലോ. ആഹാ, എന്നാ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. അവൻ വഴിക്കുമല്ല കുട്ടിയും കോലും കളിക്കാൻ പോയി കാണും. തങ്ക എവിടെ പോരും? അവക്കൊരു പ്രയാസം പോലെ. തങ്കയ്ക്ക് വിളി, ഞാൻ ചോദിക്കാം എന്താ പ്രയാസമെന്ന്. എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളിലേക്ക്? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവൾക്ക് പ്രായമൊക്കെ ആയില്ലേ മോനെ. നാട്ടുകാർ വല്ലതും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഉച്ചയ്ക്ക് കമ്പനിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് നയിക്കണം. അവിടെ ആളില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ തൊട്ട് എനിക്ക് ചോറ് കൊടുത്തിറങ്ങണ്ട. കഴിഞ്ഞല്ലോ. ദേഷ്യപ്പെടാതപ്പോ. നാട്ടുമര്യാദ. നിങ്ങളുടെയൊക്കെ മര്യാദ നടക്കട്ടെ. മര്യാദ കേട്ടോ ഞാനല്ലേ ഉള്ളൂ. അപ്പോ എന്താ തങ്ക വീണ്ടും വന്നേ? വല്ല സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നു? അരക്കിലോ മുതിര. മുതിര നേരത്തെ വാങ്ങിയല്ലോ. അല്ല, പയറ്. അങ്ങനെ ഓർമ്മ കൂടെ പറയൂ തങ്കേ. തങ്കേ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? വീട്ടിൽ നിന്ന് എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ടാണ് പറഞ്ഞൂടെ? നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പൂനറിയില്ല. അപ്പൂന്റെ അമ്മ എന്റെ അമ്മയാ. രുക്മിണി ചേച്ചി എന്റെയും ചേച്ചിയാ. അവരുടെ സങ്കടം എന്റെ കൂടെ സങ്കടമാ. അവർക്കാർക്കും സങ്കടമൊന്നുമില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുവോന്ന് അവരുടെ പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുക. പിന്നെ വല്ലവരും വല്ലതൊക്കെ പറഞ്ഞു തന്നിരിക്കും. പറയുന്നവര് പറയട്ടെ. ദേ, നമ്മൾ എന്നാലും ഒന്നിച്ചു കഴിയേണ്ടവർ. അപ്പോ നിനക്കെന്താ ഇത്ര സംശയം? നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറയത്തോടത്തോളം കാലം ഞാൻ തീരുമാനിച്ചു നടക്കും. നീ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒന്നേ ഉള്ളൂ, കുറെ കാലം
നമുക്ക് ഒതുങ്ങിക്കൂടാം. അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ ഇത്തിരി അഭിനയിക്കണം. മനസ്സിലായോ? ഇങ്ങനെ നോക്ക്, ചിരിക്ക് ചിരിക്ക്. ഇപ്പൊ നമ്മൾ പഴയ കൂട്ടുകാർ അല്ലേ? ആരാതെ? ഞാനാ. ഓ, കൊട്ടൂടിയോ? ശരിക്ക് എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. മറ്റേ താക്കീട് കെട്ടിയോന്നറിയാൻ വേണ്ടി വന്നതാ. പിന്നെ കെട്ടാതെ എന്നൊരു സാധനം ഏൽപ്പിച്ചാല് ഞാനത് പാഴാക്കത്തില്ല. അതായി എന്റെ സ്വഭാവം. എന്നിട്ട് വല്ലതും അറിയാനുണ്ടോ? ഉണ്ടോന്നോ? ഭഗവാനാണ് എന്റെ കൊട്ടൂടി. നീ പറഞ്ഞതുപോലും എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ സമ്മതിച്ചേ പറ്റൂ. നല്ല ഉഗ്രം സാധനം. അത് കിട്ടി അന്ന് തൊട്ട് ഈ വീട്ടിലുണ്ടല്ലോ വഴക്ക് പറഞ്ഞു. മറ്റു നിനക്കറിയാമല്ലോ സന്ധ്യ കഴിഞ്ഞവിടുത്തെ ബഹളം. ഇപ്പൊ പുള്ളിക്കാരൻ എന്നോട് ഞാനത് എങ്ങനെയാ പറയാ? പണ്ട് ഞങ്ങള് കല്യാണം കഴിച്ച കാലത്തെ പോലെയാ. തങ്കയോടെ കാണുന്നില്ലല്ലോ. ആ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണും. അവളെ പോലത്തെ ഒരു പെണ്ണ്. അന്ന് തന്നെ ആ തകിട് കെട്ടാൻ പറഞ്ഞിട്ട് തല്ലുകൊണ്ടാൽ അവള് കെട്ടത്തില്ല. കഴുത. എന്നിട്ട് അവൾക്കറിയാമോ അതിന്റെ വില? പക്ഷെങ്കിൽ ഞാൻ വിടുമോ? നീ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധന, അതും സ്നേഹം കൊണ്ട്. അത് പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കൂ. എന്നിട്ട് കെട്ടിയല്ലോ. പിന്നെ കെട്ടാതെ ഒടുവിന് ഞാൻ അതങ്ങ് കെട്ടി. ഡാ, വാ വാ. എന്താ കൊട്ടൂടി? ഒന്നുമില്ല. കൊട്ടൂടി കുഞ്ഞേ, വാ. നീ അങ്ങനെ നിരാശനാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചേട്ടാ, ഞാൻ ആരോരും ഇല്ലാത്തവനായി പോയോണ്ടല്ലോ. നിനക്ക് ഞാനുണ്ടടാ. എന്നാലും നീ ആരാ ഏതാണെന്നൊക്കെ നല്ലൊരു ചോദിച്ചാ ഞാൻ എന്തോ പറയും? ഈ വിഷമമൊക്കെ ഒരു പെണ്ണ് കെട്ടുമ്പോൾ അങ്ങ് മാറും. പെണ്ണ് കെട്ടാൻ ഞാനോ? എനിക്കാരാ പെണ്ണ് തരുന്നേ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞവനാ. പക്ഷെ ഞാൻ തെളിവെന്തുവാ? വല്ല നാട്ടിൽ നിന്ന് തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്ന് ചാരായം വെച്ച് നടക്കുന്നവനാണെന്നല്ലോ നല്ലവര് പറയൂ. എനിക്കാരാ പെണ്ണ് തരുന്നേ? തരുമടാ, വിവരമുള്ളവൻ തരും. കുഞ്ഞു ക്ലാസ്സോടെയും കൂടി ആട്ടെ. നീ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അല്പ സ്വല്പമൊക്കെ. അത് മതി. എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് നല്ല ചോദ്യം. കണ്ണിനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലയോ? നിനക്ക് അവളെ കെട്ടാവോ? എടാ, കെട്ടാവോ എന്ന്. അതിന് തങ്ങമ്മ സമ്മതിക്കണ്ടായോ? വേണ്ട, ഞാനാ നിശ്ചയിക്കുന്നത്. നീ തയ്യാറാണെന്ന് പറ, ബാക്കി ആരും ഞാൻ എഴുതി. എടാ വരുവേ, ഇത് 4 എണ്ണം അടിച്ചതിന്റെ പുറത്ത് പറയാണെന്ന് വിചാരിക്കണ്ട. നീ തയ്യാറാണെന്ന് പറ. അത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വഴിവിട്, ഞാൻ പോട്ടെ. വഴി മാറ്, ഞാൻ പോട്ടെ. തങ്ങമ്മേ, ഞാൻ നിന്നെ പിടിക്കാനും വലിക്കാനും വന്നതല്ല. നിന്റെ കളിയത്തിൽ കൂടുന്നുണ്ട്. ഓടി നടപ്പ്, കെട്ടിപ്പിടുത്തം, സിനിമ പ്രേമം ഒന്നും ആരും കാണുമെന്ന് വിചാരിക്കണ്ട. എനിക്കൊന്നും ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം തന്റെ ഇരിക്കട്ടെ. എന്റെ ഇഷ്ടം അല്പസ്വല്പം നീ നോക്കിയേ പറ്റൂ. നിന്നെ തൊട്ടപ്പോ ഒരിക്കൽ നീ എന്നെ തല്ലി. ഇന്നീ കൈ എന്റെയാ, എന്നെ തള്ളാനുള്ളതല്ല. എന്നെ വിട്, വിട്. വിട്ടേക്കാം. പക്ഷേ ഒന്നോർത്താ കൊള്ളാം, നീ എന്റെ ഭാര്യയാണുള്ളവളാ. നിന്റെ അപ്പൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഇത് നീ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കൂടെ അറിയണം. ഓ
അല്ല, വേലുവണ്ണനൊന്നും വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. അതേടാ, ഈ വേലു വിചാരിച്ച നടക്കാത്ത കാര്യം എന്തുവാ? കൊത്താൻ വരുന്ന പാമ്പിനെ ഉണ്ടല്ലോ, പാമ്പിനെ മകുടി ഊതി നിർത്തി ആട്ടും. അടിയടാ, ഇതിന് കണക്കെടുത്തില്ല. അടി അടിച്ചോ. അല്ല, അപ്പൊ കുഞ്ഞെന്താ പതിവില്ലാതെ? ഒരേ പതിവ് എന്നും പറ്റില്ലല്ലോ. അത് ശരിയാ. കുടിക്കാൻ എന്തെങ്കിലും? എന്താ ഉള്ളേ? ഇവിടെ കച്ചവടം. ഓ, കൊട്ടേടിയായിരിക്കും. എങ്കിലത്. അല്ല, അപ്പൊ കുഞ്ഞ് കഴിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പതിവൊക്കെ മാറ്റുവാന്ന്. എടോ, പെമ്പിള്ളേരെ മാനവും മര്യാദയായിട്ട് വഴി നടത്താൻ സമ്മതിക്കത്തില്ല അല്ലടാ? ഓ, നീ വലിയ ചട്ടമ്പയാണല്ലേ? എടാ, മര്യാദക്ക് നടന്നേ നീ തല്ലുള്ളൂ. നിന്റെ കച്ചവടം ഞാൻ നിർത്തും. നിന്റെ പൊടി പറഞ്ഞ പോലെ കാണത്തില്ല, മനസ്സിലായോ? റാസ്കൽ. എന്തുവാ വേലുണ്ട ഈ നാടകം? നാടകം തുടങ്ങിയിട്ടുള്ളടാ. യവനെവിടെ വന്ന് ഇത്തിരി അഭ്യാസം കാണിച്ചിട്ട് പോയില്ലയോ? പോട്ടെ, ഈ ദരിദ്രവാസി മണപ്പറ്റി നടക്കത്തേ ഉള്ളൂ. പെണ്ണെന്റെ ഇരിക്കും. കൊട്ടോടി വേലു ആരാന്ന് ഇവൻ അപ്പോഴറിയും. നീ എങ്ങോട്ടാ? എനിക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കണം. വേണ്ടടാ, വെറുതെ എന്തിനീ വഴക്കും വയ്യായിരിക്കും പോണം. വാ, നമുക്ക് പോവാം. അല്ല ചേട്ടാ, എനിക്ക് അവനെ കണ്ട് പറയണം. നീ കണ്ടല്ലേ 10 പറഞ്ഞു. ഞാനുണ്ട് കൂടെ. എന്നാ വാ. ആ, ധൈര്യമായിട്ട് പോയി. ഇത് കൂടുന്നുണ്ടോ? നീ വരട്ടാതെ വിട്ടാലേ. കുഴപ്പമല്ലോടൊന്ന് കുടിക്കണം. നോയിക്കാടാ. അപ്പു, ആ നായിന്റെ മോനെ ചൊടയുണ്ടെങ്കിൽ ഇറങ്ങി വേണം. കാണിച്ചുതരാം. കാശുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തലക്കയറി നിറങ്ങിയാലുണ്ടല്ലോ, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളിയിലെ? ഇംഗ്ലീഷ് പള്ളിയിലെ. നായിന്റെ മോനെ, നിനക്ക് മീശ ഓരോരുത്തർക്കും 10 പൈസ ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? ബാക്കിയുള്ളവനും അധ്വാനിച്ചാ ജീവിക്കുന്നത്. അവരോട് ചോദിച്ചാൽ പട്ടിയുടെ മുമ്പിൽ കണ്ടാൻ വരുന്നില്ലല്ലോ. നിനക്ക് വേണ്ടി കൊട്ടൂടി ആയിന്റെ മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താ? കാണിച്ചുതരാം കുട്ടൂടി വേലു ആരാണ്. ചുരുട്ടിക്കെട്ടി അകത്തിരിക്കത്തേ ഉള്ളൂ. വഴിയിറങ്ങി പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ നടന്നാലുണ്ടല്ലോ, അപ്പോഴറിയാം ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. അതിന്റെ പോലെ പട്ടി, നീ എന്തോ എന്നെ വിളിച്ചേ? റാസ്കൽ, 100 റാസ്കൽ. ഇംഗ്ലീഷ് കറി. റാസ്കൽ, റാസ്കൽ, റാസ്കൽ. ഇപ്പോഴത്തെ കേട്ടിരിക്കുന്നു.